നമസ്കാരം. പ്രപഞ്ചശക്തിക്ക് മാതൃഭാവമാണ്. ആ അമ്മയാകട്ടെ, അമ്മ ഭഗവതിയാകട്ടെ, നമുക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന പ്രത്യക്ഷ രൂപങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭാരതീയർ മണ്ണിനെയും നദിയെയും മലകളെയും ശിലകളെയും ഒക്കെ ആരാധിക്കുന്നത്. കാരണം പ്രകൃതിയാണ് ദൈവം, പ്രകൃതിയാണ് നമുക്ക് എല്ലാം നൽകുന്നത്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വടക്കുംനാഥന്റെ മണ്ണിൽ നിന്നും 14 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെയും കേരളത്തിലെ തന്നെ സുബ്രഹ്മണ്യ ആരാധനാലയങ്ങളിൽ തലമുണ്ടന വഴിപാട് നടത്തുന്ന കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെയും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ചന്ദനക്കുന്ന് ശ്രീ വനദുർഗാ ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കാണുന്ന സ്വയംഭു ശിലയാണ്. ഈ ഭൂപ്രദേശത്ത് താമസിച്ചിരുന്ന ആദിമ ജനത ഇവിടെ ദൈവചൈതന്യത്തെ തിരിച്ചറിയുകയും ആരാധിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിലെ വളരെ വിശേഷപ്പെട്ട വഴിപാടാണ് മണികെട്ടൽ വഴിപാട്. ദൂരദേശത്ത് നിന്ന് പോലും നിരവധി ഭക്തരാണ് ഈ ക്ഷേത്ര സങ്കേതത്തിൽ വന്ന് മണികെട്ടി തൻ്റെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും വിഷമതകൾക്കും ഒരു പരിഹാരമെന്നോണം ഇവിടെ വന്ന് ദർശനം നടത്തി ഈ വഴിപാട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രത്യേക വഴിപാടാണ് മുട്ടറക്കൽ. മണികെട്ടി ആഗ്രഹം സാധിച്ച ഭക്തർ പിന്നെ അവർ വന്ന് ദേവിക്ക് പൂമൂടൽ നടത്തും. അതും ഇവിടത്തെ ഒരു വിശേഷമാണ്. അപ്പോ എല്ലാ ഭക്തന്മാരും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താം. കുട്ടികൾക്ക് പഠന മികവിനും വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ വിവാഹം നടക്കുന്നതിനും, അതുപോലെ ഭവനമില്ലാത്തവർക്ക് ഭവനഭാഗ്യം ഉണ്ടാകുവാനും ഒക്കെ വളരെ വിശേഷമാണ് ഈ ക്ഷേത്രത്തിലെ വഴിപാട്. പിന്നെ മണിക്കെട്ടൽ ചടങ്ങിനെ കുറിച്ച് 3 മണിയാണ് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായി കെട്ടേണ്ടത്. ലളിതാ സഹസ്രനാമത്തിലെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഇച്ഛാശക്തി. ഈ ആഗ്രഹിച്ച കാര്യം ക്രിയാപദത്തിലെത്തണം, പ്രവൃത്തിയിലെത്തണം, അത് ക്രിയാശക്തി. ഈ പ്രവൃത്തി ചെയ്യണമെങ്കിലോ നമുക്ക് ജ്ഞാനം, അറിവും ഉണ്ടാവണം, അത് ജ്ഞാനശക്തി. ഈ ഒരു സങ്കല്പത്തിലാണ് 3 മണി കെട്ടുന്നത്. അതോടൊപ്പം തന്നെ മുട്ടറക്കലുണ്ടാവും. നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം ദേവിയുടെ മുന്നിൽ നാളികേരത്തിൽ കൂടി അറത്ത് കളയാണ്. ഇതാണ് മുട്ട് ഇറക്കൽ. അതോടൊപ്പം തന്നെ നെയ്വിളക്കുണ്ടാവും. അപ്പോ ഇതാണ് ഈ വഴിപാടിന്റെ സിസ്റ്റം.
നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം ദേവിയുടെ മുന്നിൽ നാളികേരത്തിൽ കൂടി അറുത്ത് കളയുന്നുണ്ട്. അതാണ് മുട്ട് അറക്കുക. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ അതിനുണ്ടായേക്കാവുന്ന തടസ്സങ്ങളെല്ലാം ഭഗവതിയുടെ മുന്നിൽ ഇറക്കി വെക്കുന്നതായി സങ്കല്പിച്ച് 3 പ്രാവശ്യം ഊഞ്ഞു തരിക. ഓം ദുർഗാദ്യായത് ദുർഗദേ പ്രസമനീം ദുർവാധുലശ്യാമളാം ചന്ദ്രാർദ്ധോജ്വലശേഖരാം ത്രിനയനാമാപീതവാസോവസം ശംഖമിഷം ധനുശ്ചതതീം കോദണ്ഡബാണാം ശയോർ മുദ്രൈവ അഭയകാമദേ. ക്ഷേത്രത്തിൽ വന്ന് രസീത് കൗണ്ടറിൽ നിന്ന് മണികെട്ടൽ വഴിപാട് നടത്തുന്നതിനുള്ള രസീത് 500 രൂപയാണ്. 3 മണി നാളികേരം, തറക്കാനുള്ള നാളികേരം, നെയ്വിളക്ക് നടത്തുക. അത് ഒരു തട്ടത്തിൽ തരുന്നതായിരിക്കും. അത് നടയിൽ സമർപ്പിച്ച് ശ്രീകോവിലിൽ നിന്ന് പൂജിച്ച് തരും. ആ മണി നാമജപത്തോടു കൂടി ശ്രീകോവിൽ 4 പ്രദക്ഷിണം ചെയ്ത് ശ്രീമൂലസ്ഥാനത്തുള്ള സ്വയംഭൂ ശിലയിൽ വന്ന് തൻ്റെ മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് മണി കെട്ടണം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശ്രീമൂലസ്ഥാനത്ത് വന്ന് ആ തട്ടത്തിലുള്ള മണിയും നെയ്വിളക്കും ഭഗവതിയെ നമ്മുടെ കൈകളാൽ ആരതി ഒഴിയുന്നതായി സങ്കല്പിച്ച് 3 പ്രാവശ്യം ആരതി ഒഴിഞ്ഞ് നെയ്വിളക്ക് നമ്മുടെ കൈകളാൽ ഭഗവതിക്ക് വെക്കുന്നതായി സങ്കല്പിച്ച് നെയ്വിളക്ക് വെച്ച് ഓരോ മണിയെടുത്ത് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് മണി കെട്ടണം. ഭദ്രേ നാരായണ അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം ക്ഷേത്രത്തിലെ ദർശന ക്രമമാണ്. സമയം രാവിലെ 5:30 മുതൽ 11 മണി വരെയാണ് രാവിലത്തെ ദർശനം. ശനി
ഞായർ ദിവസങ്ങളിൽ 11:30 വരെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈകിട്ട് 5:30 മുതൽ 7 വരെയാണ് വൈകിട്ടത്തെ ദർശന സമയം. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തിൽ സുവോളജിക്കൽ പാർക്കിൻ്റെ ചോച്ചേരിക്കുന്ന് കേരള പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെയും തൊട്ടുപുറകിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചന്ദ്രക്കുന്ന് വനദുർഗ ദേവി ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മണികെട്ടൽ ചടങ്ങാണ്. അസാധ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കാര്യപ്രാപ്തിക്ക് വേണ്ടി വീട് നിർമ്മിക്കുന്നതിന്, മക്കളുടെ വിവാഹം നടക്കുന്നതിന്, മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഒക്കെ ഉള്ള വഴിപാടാണ് മണികെട്ടൽ വഴിപാട്. കഴിഞ്ഞ പുനഃപ്രതിഷ്ഠ കാലത്ത് അഷ്ടമംഗല്യ പ്രശ്നത്തിൽ തെളിഞ്ഞ ഇതാണ് ഈ മണികെട്ടൽ. അവിടെ നിന്നാണ് മണികെട്ടൽ വഴിപാട് ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വയംഭൂവാണ് നമ്മൾ ചന്ദ്രക്കുന്ന് വനദുർഗ ദേവി ക്ഷേത്രത്തിൽ ഉള്ളത്. ഒരു വർഷം കൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മണികെട്ടൽ വഴിപാട് നടത്തുന്നതിന് ഈ ക്ഷേത്രത്തിൽ എത്തിപ്പെടുന്നത്. ഞങ്ങൾ തൃശ്ശൂർ കുറ്റിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ മോൻ്റെ ഒരു കല്യാണ കാര്യത്തിൻ്റെ ആവശ്യത്തിനായിട്ടാണ് അമ്പലത്തിൽ വന്നത്. അതിനു മുന്നേ ചെറിയ മോൻ യൂട്യൂബിൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഈ അമ്പലത്തിൽ വരണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്ന് അവൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മണി കെട്ടി. അതുപോലെ തന്നെ മോൻ്റെ മൂത്ത മകൻ്റെ കല്യാണ ആവശ്യത്തിന് ഞങ്ങൾ മണി കെട്ടി. അവിടുന്ന് 2 ആഴ്ച കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങളായി നിന്നിരുന്ന കല്യാണം, അതെല്ലാ പ്രശ്നങ്ങളും തീർന്ന് സന്തോഷത്തോടുകൂടി കല്യാണം നടന്നു. അതുപോലെ തന്നെ അവർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടേതായിട്ടുള്ള ജോലി സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിറവേറിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങളിപ്പോൾ പൂമൂട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്.